ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മുടെ ഓർഗനൈസേഷനിലൊക്കെ ഒരു അപ്രൂവൽ ഫ്ലോ നമ്മൾ കാണാറുണ്ടല്ലേ. ആദ്യം ഒരാൾ ഒരു പർച്ചേസ് ബില്ല് ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം അവരുടെ സീനിയർ മാനേജർ അത് ചെക്ക് ചെയ്ത് അപ്രൂവ് ചെയ്താലായിരിക്കും നമ്മളത് വെൻഡേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവുക. ഇതേ ഒരു സിസ്റ്റം നമുക്ക് സോഹോയിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റും. സോഹോ കറന്റ് നമുക്ക് ഇതുപോലൊരു അപ്രൂവൽ ഫ്ലോ കൊണ്ടുവന്നിരിക്കുന്നത് ട്രാൻസാക്ഷൻ മോഡ്യൂളിലാണ്. എന്ന് പറയുമ്പം കൊട്ടേഷൻ, സെയിൽസ് ഓർഡർ, ഇൻവോയ്സ്, അതുപോലെ ക്രെഡിറ്റ് നോട്ട്സ്, പർച്ചേസ് ഓർഡർ, പർച്ചേസ് ബിൽസ്, അതുപോലെ പർച്ചേസ് റിട്ടേൺ ആയിട്ടുള്ള വെൻഡർ ക്രെഡിറ്റ്, ഇത്രയും മോഡ്യൂൾസിലാണ് നമുക്ക് ഈ ഒരു അപ്രൂവൽ ഫ്ലോ കൊണ്ടുവരാനായിട്ട് പറ്റുക. അതിനായിട്ട് നമ്മൾ സെറ്റിങ്സിൽ ഏത് മോഡ്യൂളിലാണ് നമ്മൾക്ക് ഈ അപ്രൂവൽ ഫ്ലോ കൊണ്ടുവരേണ്ടത് ആ മോഡ്യൂൾ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ കൊട്ടേഷനിലാണെങ്കിൽ കോഡ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് അപ്രൂവൽസ് എന്ന് കാണാനായിട്ട് പറ്റും. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്: നോ അപ്രൂവൽ, സിമ്പിൾ അപ്രൂവൽ, മൾട്ടി ലെവൽ അപ്രൂവൽ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവുക നോ അപ്രൂവൽ എന്നുള്ളതായിരിക്കും. നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരൊറ്റയാൾ അപ്രൂവ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ അപ്രൂവൽ എന്നുള്ളത് കൊടുത്തിട്ട് അപ്രൂവറിന് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതല്ല, മൾട്ടി ലെവൽ അപ്രൂവൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പർച്ചേസ് ഓർഡറോ അല്ലെങ്കിൽ കൊട്ടേഷനോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലുള്ള അത് ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം ആ പർച്ചേസ് മാനേജർ അത് അപ്രൂവ് ചെയ്യുന്നു. അതിനുശേഷം ഒരു അപ്രൂവൽ ഫ്ലോയും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റും കൂടി ഇതിന്റെ ഫണ്ടിന്റെ അവൈലബിലിറ്റി അറിയാനായിട്ട് അവരുടെ സൈഡിൽ നിന്ന് കൂടെ അപ്രൂവൽ ഉണ്ടെങ്കിൽ നമുക്ക് അവരെയും കൂടി ഇതിൽ കോൺഫിഗർ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനിയും ലെവൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ ലെവലിലും നമുക്ക് ഓരോ അപ്രൂവറിനെ കോൺഫിഗർ ചെയ്യാം. ആദ്യം ഇത് പർച്ചേസ് മാനേജർ അപ്രൂവ് ചെയ്യണം, അതിനുശേഷം അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അപ്രൂവൽ കിട്ടണം, എന്നിട്ടായിരിക്കണം നമ്മളുടെ ആ ഒരു പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്യേണ്ടതെന്നാണെങ്കിൽ നമുക്ക് ഇതുപോലെ സിസ്റ്റം ഇവിടെ സേവ് ചെയ്യാവുന്നതാണ്. തന്നെ ഇവിടെ 2 നോട്ടിഫിക്കേഷൻ പ്രിഫറൻസും പറയുന്നുണ്ട്. അപ്രൂവലിനായി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇമെയിലിലേക്കും അതുപോലെ നമ്മുടെ ഫോണിൽ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അതിലേക്കും നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരണമെങ്കിൽ നമ്മൾ ഈ ഓപ്ഷൻ ടിക്ക് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ അത് അപ്രൂവ് ചെയ്യുകയോ റിജക്ട് ചെയ്തോ കഴിഞ്ഞും അതിന് നോട്ടിഫിക്കേഷൻസ് വരണമെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് ഓപ്ഷൻ കൂടെ നമ്മൾ ടിക്ക് ഇട്ട് കൊടുത്ത് സേവ് ചെയ്യുകയാണെങ്കിൽ അതിന് നോട്ടിഫിക്കേഷനും കൂടി ആ ഒരു യൂസർക്ക് കിട്ടുന്നുണ്ടാവും. ഇതേ ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മൾ ബാക്കി എല്ലാ മോഡ്യൂൾസും കോൺഫിഗർ ചെയ്തേക്കുന്നത്. കൊട്ടേഷനിലാണെങ്കിലും ഇൻവോയ്സിലാണെങ്കിലും ക്രെഡിറ്റ് നോട്ടിലാണെങ്കിലും അതുപോലെ പർച്ചേസ് ഓർഡറിലുണ്ട്, ബിൽസിലുണ്ട്, അതുപോലെ വെൻഡർ ക്രെഡിറ്റിൽ നമുക്ക് ഈ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ അടുത്ത് നമ്മൾ പേയ്മെന്റ്സ് റിസീവ് ചെയ്യുന്ന ഒരു മോഡ്യൂൾ നമുക്ക് അപ്രൂവൽ ഫ്ലോ ഇല്ല കറന്റ്. അതേ സമയത്ത് നമ്മൾ വെൻഡേഴ്സിന് പേയ്മെന്റ്സ് കൊടുക്കുന്ന പേയ്മെന്റ്സ് മേഡ് എന്ന് പറഞ്ഞ മോഡ്യൂൾ നമുക്ക് ഇതുപോലുള്ള അപ്രൂവൽ ഫ്ലോ കോൺഫിഗർ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഓർഗനൈസേഷനിൽ നിങ്ങൾ മാനുവലായിട്ട് ഇങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഹോയിലുള്ള ഈ ഒരു ഫീച്ചറും കൂടി യൂസ് ചെയ്യാവുന്നതാണ്.